കാഴ്ചയിലേക്ക് ക്ഷണിക്കുന്നു. ഇന്നത്തെ കാഴ്ച ഒരുക്കുന്നത് മുരിയാട് പഞ്ചായത്തിലെ പാറേക്കാട്ടുകര സ്വദേശി ഹരിയാണ്. ചെറുപ്പത്തിലെ പാമ്പിനെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ചേട്ടൻ പാമ്പുകളെയൊക്കെ പിടിച്ചു തുടങ്ങി. അപ്പോൾ നമുക്ക് ഒരു ധൈര്യം വന്നു. പിന്നെ അങ്ങനെ പാമ്പുകളെ ചെറുപ്പത്തിൽ ഓരോന്നുകളെ വിഷമില്ലാത്ത പാമ്പുകളൊക്കെയാണ് പിടിക്കാനുള്ള ധൈര്യം. പക്ഷെ ആദ്യമായിട്ട് പിടിച്ചത് അറിവില്ലായതുകൊണ്ട് വിഷമുള്ളൊരു വെള്ളിക്കട്ടനായിരുന്നു. പിന്നെ അങ്ങനെ ഒരു ഇടയ്ക്കിടയ്ക്ക് പാമ്പുകളെ തന്നെ എപ്പോൾ കണ്ടു കഴിഞ്ഞാലും കൊല്ലാറുണ്ട്. ആദ്യം കൊല്ലുന്നതായിരുന്നു ധൈര്യം എന്നുള്ളൊരു ധാരണയായിരുന്നു. പിന്നെ കുറേ നാൾ കൊന്നു കഴിഞ്ഞപ്പോൾ ഇതിനെ കൊല്ലാനുള്ളൊരിത് പോയി തുടങ്ങി. എന്ത് പാമ്പിനെ കണ്ടു കഴിഞ്ഞാലും വീടിൻ്റെ ആ പ്രദേശത്ത് ചെറുപ്പത്തിലേ തൊട്ട് ഏത് പാമ്പിനും കൊല്ലാൻ ഞാൻ കുഞ്ഞായപ്പോൾ ഓടിച്ചെന്ന് കൊല്ലും. അത് കഴിഞ്ഞപ്പോൾ അത് കൊല്ലലെന്നുള്ളത് നമുക്കതൊരു വിഷമമായി മാറി. പിന്നെ അങ്ങനെ സ്ഥിരം ഇതിനെ കൊല്ലണേൽ ഇതൊന്നുമില്ലെന്ന് മനസ്സിലായി. പാവൊരു ജീവിയാണ്, ജന്തു. അതിനെ കൊല്ലാൻ വലിയ ഇതൊന്നും വേണ്ട. നമുക്കൊരു വടി ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അങ്ങനെ ഞങ്ങളോട് 1-2 പ്രാവശ്യമൊക്കെ ചേട്ടൻ ഇത് പിടിച്ച് കണ്ടുകൊണ്ടുള്ളൊരു ഇൻസ്പിറേഷൻ ആട്ടാ. പിന്നെ ഈ ഡിസ്കവറി ചാനലൊക്കെ ഭയങ്കരമായിട്ട് ഇൻസ്പിറേഷൻ ചെയ്തിട്ടുണ്ട്. ഞാനൊരു 2 കൊല്ലമായിട്ട് സ്ഥിരമായിട്ട് ഇവിടെ വെള്ളിക്കുളങ്ങര റേഞ്ച് ഓഫീസിന് വേണ്ടി പോയിസൺ സ്നേക്സിനൊക്കെ ഞാനാണ് ചെയ്യാറ്. നമ്മളതിനെ ഏറ്റവും സഹായിക്കുന്നത് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പ്രഭു സാറ്. ആളൊക്കെ ഏത് രാത്രി പോലും എൻ്റെ വരും. ഫോറസ്റ്റർ ഷൈലൻ അവരൊക്കെ രാത്രി പോലും ഇതിനെന്തുണ്ടെങ്കിലും ഓടി വരാൻ തയ്യാറുള്ളവരാണ്. ഏറ്റവും അധികം പേടിക്കുന്നത് മൂർഖൻ പാമ്പിനെയാണ്. പക്ഷേ വിഷമുള്ള പാമ്പുകളിൽ ഏറ്റവും കുറച്ച് പേടിക്കേണ്ടത് മൂർഖൻ പാമ്പിനെയാണ്. മൂർഖനൊന്നില്ലെങ്കിൽ മൂർഖൻ പത്തി വരയ്ക്കേണ്ട അവൻ്റെ ആളുടെ ധൈര്യം കൊണ്ടല്ല, ആള് പേടിച്ചോണ്ടോ അത് രക്ഷപ്പെടാൻ സാഹചര്യങ്ങൾ ഇല്ലാണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്ക് പറ്റുമ്പോൾ അപ്പോഴാണ് മൂർഖൻ പത്തി വളർത്തി ആക്രമിക്കാൻ നോക്കുന്നല്ല, ആളുടെ ഉള്ളിലുള്ള പേടിയാണ് അത് പത്തി വളർത്തുന്നത്. മഞ്ഞച്ചേര മലർന്ന് കടിച്ചാൽ മലയാളത്തിൽ മരുന്നില്ല എന്ന പഴമൊഴിക്ക് ഹരിയുടെ കൈവശം മരുന്നുണ്ട്. അതൊന്ന് കേൾക്കാം. മഞ്ഞച്ചേര മലന്ന് കടിച്ചു കഴിഞ്ഞാൽ മലയാളത്തിൽ മരുന്നില്ല എന്ന് പറയും. ചേര കടിച്ചാൽ ഒരിക്കലും മരിക്കില്ല എന്നാണ്. എങ്കിൽ പോലും ചേര കടിച്ച് മരിച്ച ആളുകളുണ്ട്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ വിഷം കൊണ്ടല്ല ചേരരെ, ആളുകളുടെ ഭയം കൊണ്ട്. നമ്മൾ ഇപ്പോൾ ആശുപത്രികളിൽ തന്നെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം. ഈ ആൻറ്റി വെനം ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യുന്ന ആശുപത്രികളിൽ തന്നെ ഒരു 10 കൂടുതൽ കേസുകൾ വിഷമില്ലാത്ത പാമ്പുകൾ കടിച്ചിട്ട് അവിടെ ചെല്ലുമ്പോഴേക്കും പ്രഷർ കൂടി, പ്രഷർ തലക്കടിച്ച്, അതുപോലെ തന്നെ ഹൃദയസ്തംഭനം മൂലമൊക്കെ മരിച്ച ആളുകളുണ്ട്. കുട്ടിക്കാലത്ത് മുത്തശ്ശിയിൽ നിന്നും പാമ്പുകളെ കുറിച്ച് കേട്ട കാര്യങ്ങളാവാം ഹരിയുടെ ഭയം മാറ്റിയത്. അതുകൊണ്ട് തന്നെയാവാം ഹരി പാമ്പുകളുടെയും മനുഷ്യരുടെയും രക്ഷകനായി മാറിയത്. പാമ്പുകളോടുള്ള ഹരിയുടെ സ്നേഹബന്ധം പാമ്പുകൾക്ക് മനസ്സിലായി കാണണം. അതുകൊണ്ട് തന്നെ പാമ്പുകൾ ഇന്ന് ഹരിയുടെ കളിക്കൂട്ടുകാരാണ്.
മനുഷ്യരുടെ ഭയം മാറ്റാനും ഇഴജന്തുക്കളുടെ ജീവൻ നിലനിർത്താനും ഹരി ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് യാത്രയായി. ചെറുതല്ലേ അടിക്ക വേണ്ട ചിക്കി തീർക്കുമ്പോൾ